ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡ്രോയിങ് ഓഫ് ഗ്രാഫ് എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒരു ടോപ്പിക്കാണ് ഗ്രാഫിംഗ് പ്രൊസീജിയർ. നമ്മളൊരു ഫങ്ഷന് എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഗ്രാഫിംഗ് പ്രൊസീജിയർ എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 6 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഫങ്ഷന് ഈവൺ ആണോ അതോ ഓഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈവൺ ഫങ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഫങ്ഷൻ എന്നത് വൈ ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. അതേസമയം ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഫങ്ഷന് ഒറിജിനിന് സിമെട്രിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഒരു ഫങ്ഷൻ ഈവൺ അല്ലെങ്കിൽ ഓഡ് എന്ന് പറയാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ, അതായത് എക്സ് കൊടുത്താലും മൈനസ് എക്സ് കൊടുത്താലും നമ്മുടെ ഫങ്ഷന് ഒരേപോലെയാണ്, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാം എഫ് എന്നത് ഈവൺ ഫങ്ഷനാണെന്ന് പറയാം. അതേസമയം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ, അതായത് എക്സ് കൊടുക്കുമ്പോഴും മൈനസ് എക്സ് കൊടുക്കുമ്പോൾ ഒരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ എഫ് എന്നത് ഓഡ് ഫങ്ഷനാണെന്ന് പറയാം. അപ്പോൾ ഈവൺ ഫങ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഫങ്ഷൻ എന്നത് ഏതിനോടാണ് സിമെട്രിക് വരിക? വൈ ആക്സിസിനോട്. അതേസമയം ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ ഒറിജിനുമായിട്ട് സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫങ്ഷന് ഈവൺ ആണോ ഓഡാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഇതിന് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉണ്ടോ അതല്ലെങ്കിൽ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം എപ്പോഴാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടാവുക? നോക്കൂ, ലൊക്കേറ്റ് എനി പോയിൻറ്റ് where f is not defined and determine the behavior of f near this point and the vertical asymptote. നമ്മുടെ ഫങ്ഷൻ എപ്പോഴെങ്കിലും അൺഡിഫൈൻഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂവിൽ അൺഡിഫൈൻഡ് ആവുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിൻ്റെ അടുത്ത് അതിൻ്റെ ബിഹേവിയർ ചെക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ എന്തുണ്ടോ നോക്കുക, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടോ നോക്കുക. വേറെ രൂപത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സം എലമെൻറ്റ്, അതായത് ഏതെങ്കിലും ഒരു വാല്യൂവിന്, ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഒരു എ എന്ന് കൊടുത്തു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ നമുക്ക് പറയാം എന്ത്, എ എന്നത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നത്, ഇതിൻ്റെ അർത്ഥം വേറെ രൂപത്തിൽ എഫ് ഓഫ് എക്സ് എന്നത് എയിൽ അൺഡിഫൈൻഡ് ആണെന്ന രൂപത്തിലാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൈനസ് എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവണം കേട്ടോ. അപ്പോൾ എ പ്ലസും എ മൈനസും കൊടുക്കുമ്പോഴും നമുക്ക് ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയോ ഒക്കെ വന്നാലും മതി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് പറയാം, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട് എന്ന് പറയാം. അതേസമയം ഓൾസോ ഡിറ്റർമിൻ ഇഫ് യു ക്യാൻ ദ ബിഹേവിയർ ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് വെരി ലാർജ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നിയർ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. അതായത് എഫ് ഓഫ് എക്സിന് നമ്മൾ വളരെ വലിയൊരു വാല്യൂ കൊടുക്കുമ്പം അതിന് കറസ്പോണ്ടിങ് നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ എന്ത് പറയുക, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയാം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റിന്നോ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിന്നോ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഒരു വാല്യൂ കിട്ടണം. അപ്പോൾ ഈ ഒരു സം എ എന്ന വാല്യൂ ഉണ്ടെങ്കിൽ ആ എനെ നമ്മൾ എന്ത് പറയും, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയും. ഓക്കെ, y ഈക്വൽ ടു എ ഈസ് ദ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്നൊക്കെ പറയൂലേ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ലൊക്കേറ്റ് ദ ലോക്കൽ മാക്സിമ ആൻഡ് മിനിമ ഓഫ് എഫ് ആൻഡ് ഡിറ്റർമിൻ ദ ഇൻ്റർവെൽ ഓൺ വിച്ച് എഫ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്നും കിട്ടാവുന്ന എല്ലാതരം ഇൻഫോർമേഷൻസും ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്നും കിട്ടാവുന്ന ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ക്രിറ്റിക്കൽ പോയിൻറ്റ്. എപ്പോഴാണ് ക്രിറ്റിക്കൽ പോയിൻ്റ് ഉണ്ടാവുക? നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നത് സീറോയോ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആവുന്ന പോയിൻറ്റിന് നമ്മൾ എന്ത് പറയാം, ക്രിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ ക്രിറ്റിക്കൽ പോയിൻ്റ് കിട്ടും. ഇനി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നറിയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്നത് ഇൻക്രീസിങ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്നത് ഡിക്രീസിങ് ആണ്. കൂടാതെ ഇവിടെ നമുക്ക് എന്തും കൂടെ പറയാം, ലോക്കൽ മാക്സിമം ഉണ്ടോ ലോക്കൽ മിനിമം ഉണ്ടോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ക്രിറ്റിക്കൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിങ്ങും റൈറ്റ് സൈഡിൽ ഡിക്രീസിങ്ങും വന്നാൽ എന്തായിരുന്നു, ലോക്കൽ മാക്സിമമാണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ ലോക്കൽ മാക്സിമം ഉണ്ട്.
ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിൽ ലോക്കൽ മിനിമം ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3യിൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്നും കിട്ടാവുന്ന എല്ലാത്തരം ഇൻഫർമേഷൻസും. ഇനി സ്റ്റെപ്പ് 4, ലൊക്കേറ്റ് ദ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഓഫ് എഫ് ആൻഡ് ഡിറ്റർമിൻ ദ ഇൻ്റർവെൽ ഓൺ വിച്ച് എഫ് ഈസ് കോൺകേവ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. ഇത് സ്റ്റെപ്പ് 4 എന്താ, എഫ് ഡബിൾ ഡാഷിൽ നിന്നും കിട്ടാവുന്ന ഇൻഫർമേഷൻസ് ആണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടോ, കോൺകേവ് അപ്പാണോ, കോൺകേവ് ഡൗൺ ആണെന്നൊക്കെ. അപ്പോൾ എപ്പോഴാണ് ഫംഗ്ഷൻ കോൺകേവ് ഡൗണും കോൺകേവ് അപ്പൊക്കെ പറയാം, എഫ് ഡബിൾ ഡാഷ് എന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോൺകേവ് അപ്പാണ്. എഫ് ഡബിൾ ഡാഷ് എന്നത് ലെസ് ദാൻ 0 ആണെങ്കിലോ കോൺകേവ് ഡൗൺ ആണ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ്, നമ്മളൊരു ടേബിൾ ഉണ്ടാക്കണം. അതിലെന്തൊക്കെ വേണം, എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, കൂടാതെ ഒരു റിമാർക്കും കൂടെ. ഇനി 6ാമത്തെ സ്റ്റെപ്പ്, plot the points from the table, sketch the tangent and draw the graph using the information about the rise, fall and concavity. നമ്മൾ ഉണ്ടാക്കിയ ടേബിളിൽ നിന്നും നമ്മളൊരു ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/6 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 6x² പ്ലസ് 9x പ്ലസ് 6. Solution. The 6 steps required for sketching the graph of the given function are as follows. 1ാമത്തെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1ൽ എന്തായിരുന്നു, സ്റ്റെപ്പ് 1ൽ നമ്മുടെ ഫംഗ്ഷൻ എന്നത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്ന ഫംഗ്ഷൻ ഏതാ, 1/6 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 6x² പ്ലസ് 9x പ്ലസ് 6. ഇതാണ് നമ്മുടെ ഫംഗ്ഷന്. എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും വരിക, 1/6 ഇൻറ്റു മൈനസ് എക്സ് ക്യൂബ് മൈനസ് 6 ഇൻറ്റു എക്സിന് എന്ത് ചെയ്യുക, മൈനസ് എക്സ് കൊടുക്കുക, മൈനസ് x² പ്ലസ് 9 ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 6. ദാറ്റ് ഈസ് 1/6 ഇൻറ്റു മൈനസ് എക്സ് ക്യൂബ് പറഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് മൈനസ് ഇവിടെ മൈനസ് x² എന്ന് പറഞ്ഞാൽ x² വരിക, അപ്പം 6x². ഇനി 9 ഇൻറ്റു മൈനസ് എക്സ് പറഞ്ഞാൽ മൈനസ് 9x പ്ലസ് 6. ഇതാണ് നമ്മുടെ എഫ് ഓഫ് മൈനസ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സും എഫ് ഓഫ് മൈനസ് എക്സും ഈക്വൽ ആണോ, ഇവിടെ എക്സ് ക്യൂബാ, ഇവിടെയോ മൈനസ് എക്സ് ക്യൂബാ, അപ്പോൾ അത് ഈക്വൽ അല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ്. അതുകൊണ്ട് തന്നെ ഫങ്ഷൻ എന്തല്ല, ഫങ്ഷൻ ഈസ് നോട്ട് ആൻ ഈവൺ ഫങ്ഷൻ. ഈവൺ ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് കിട്ടുമായിരുന്നു. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ആണോ, അല്ല. കാരണം ഇവിടെ എക്സ് ക്യൂബാണ്, ഇവിടെ മൈനസ് എക്സ് ക്യൂബ് ആണെങ്കിൽ പോലും ഇവിടെ രണ്ടാമത്തെ ടേം 6x², ഇവിടെയും മൈനസ് 6x² ആണ്. അപ്പോൾ മൈനസ് പുറത്തെടുത്തിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്നത് എഫ് ഓഫ് എക്സ് എന്നത് എന്തല്ല, മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് അല്ല. അതായത് എഫ് എന്നത് ഓഡും അല്ല, എഫ് ഈസ് നോട്ട് ആൻ ഓഡ് ഫങ്ഷൻ. അപ്പോൾ ഇവിടെ എഫ് എന്നത് ഈവണും അല്ല ഓഡും അല്ല. നോക്കൂ, സ്റ്റെപ്പ് 1, ഹിയർ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു 1/6 ഇൻറ്റു മൈനസ് എക്സ് ക്യൂബ് മൈനസ് 6x² മൈനസ് 9x പ്ലസ് 6 ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓർ മൈനസ് എഫ് ഓഫ് എക്സ്. ഹെൻസ് എഫ് ഈസ് നൈദർ ഈവൺ നോർ ഓഡ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്റ്റെപ്പ് 2 അസിംപ്റ്റോട്ടാണല്ലോ. അപ്പം ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/6 ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 9/x² പ്ലസ് 6/x³ എഴുതി കൂടെ. കാരണം എഫ് ഓഫ് എക്സിലെ എക്സ് ക്യൂബിനാണ് പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും, 1 മൈനസ് 6/x പ്ലസ് 9x² പ്ലസ് 6/x³ എന്ന് വരും. ഇവിടെ എക്സ് വളരെ വലുതാണെന്ന് വിചാരിച്ചോളൂ, അതായത് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ 6/x എന്നത് എങ്ങോട്ട് പോകും, 0യിലേക്ക് പോകും. അതേപോലെ 9/x² 0യിലേക്ക് പോകും, 6/x³ 0യിലേക്ക് പോകും. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ ആര് മാത്രം ഉണ്ടാവും, 1 മാത്രം ഉണ്ടാവും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഈ ടേം x³ ഇതും എങ്ങോട്ട് തന്നെ പോവാം, വളരെ വലുതായിട്ടാണ് പോവാം അല്ലേ.
അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവില്ല. നോക്കൂ, the given function is defined everywhere. We may write f of x equal to x cube by 6 into 1 minus x by x plus 9 by x square plus 6 by x cube. For large x, the factor 1 minus 6 by x plus 9 by x square plus 6 by x cube is near 1. അതായത് ഈ ബ്രാക്കറ്റ് എന്നത് എങ്ങോട്ടാ പോവാം, 1ലേക്ക്. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ലാർജ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് പോകും, കാരണം ഈ ബ്രാക്കറ്റ് 1ലേക്ക് പോകും. ബാക്കിയുള്ള ടേം എക്സ് ക്യൂ ബൈ 6 എന്നതും എങ്ങോട്ട് പോകും, ഇൻഫിനിറ്റിലേക്ക് പോകും. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് ഫോർ എക്സ് ലാർജ് ആൻഡ് പോസിറ്റീവ്, ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് ഫോർ എക്സ് ലാർജ് ആൻഡ് നെഗറ്റീവ്. ദർ ആർ നോ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ഫൈനൈറ്റ് നമ്പർ വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഫൈനൈറ്റ് നമ്പർ വരാത്തത് കൊണ്ട് ഇതിനെന്തുണ്ടാവില്ല, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. കാരണം ഇവിടെ എന്താ വരുന്നുള്ളൂ, ഇൻഫിനിറ്റിയാണ് വരുന്നത് അല്ലേ. ഇനി ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുമ്പോൾ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എന്നോ അല്ലെങ്കിൽ ബി എന്നോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്നത് ഇൻഫിനിറ്റി ആവുന്നുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂവിന് നമ്മൾ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആവുന്നുണ്ടോ ഇവിടെ? അതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തില്ലാവില്ല, വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റെപ്പ് 2 ഇവിടെ നോ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. നോ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതായത് എക്സ് എന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉണ്ട്. ഇനി വെർട്ടിക്കൽ അസിംപ്റ്റോട്ടോ, ഏതെങ്കിലും ഒരു പോയിൻറ്റിന് നമ്മൾ എഫ് ഓഫ് എക്സിൽ ഇൻഫിനിറ്റി ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ടാവും, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടാവും. അപ്പം ഈ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ ഇങ്ങനെ രണ്ടും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഇല്ല, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും ഇല്ല. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്നും കിട്ടാവുന്ന ഇൻഫോർമേഷൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്നത് 1/6 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 6x² പ്ലസ് 9x പ്ലസ് 6 ആണ്. ഇതിൽ നിന്നും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1/6 ഇൻറ്റു 3x² മൈനസ് 12x പ്ലസ് 9 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു, ഇതിലെല്ലാം 3 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ x² മൈനസ് 4x പ്ലസ് 3 എന്ന് വരും. ഈ 3യും 6ഉം ക്യാൻസൽ ചെയ്താൽ 2 ഇൻറ്റു x² മൈനസ് 4x പ്ലസ് 3 എന്ന് വരും. 2 അല്ല 1/2, കാരണം 3യും 6ഉം കട്ട് ചെയ്താൽ 1/2. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു x² മൈനസ് 4x പ്ലസ് 3. ഇതെന്നത് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ അല്ലേ. ഈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷന് രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്നത് 3 ആണ്. അതേസമയം സം എന്നതോ -4. സം എന്നത് -4. ഇങ്ങനെ കിട്ടാവുന്ന രണ്ട് നമ്പേഴ്സ് ഏതാ വരിക? രണ്ട് നമ്പേഴ്സ് എന്നത് അത് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 അല്ലേ. -3യും -1ഉം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, 3 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരില്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് എന്നത് എന്തായി? 3 ആയി. ഇനി -3 പ്ലസ് -1 എന്താ? -4. അപ്പോൾ സം എന്നത് -4 ആയി. ഓക്കെ, 1/2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1. ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്താ? ക്രിട്ടിക്കൽ പോയിൻ്റ് പറഞ്ഞാൽ ഫംഗ്ഷന് 0 ആവുന്ന പോയിൻറ്റോ അതല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആവുന്ന പോയിൻറ്റോ ആണ്. അപ്പം ക്രിട്ടിക്കൽ പോയിൻ്റ് ഇവിടെ 0 ആവുന്ന പോയിൻ്റാണുള്ളത്.
കാരണം താഴെ എക്സുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു 0. ഇതിൽ 1/2 ഒരിക്കലും 0 ആവില്ല. അപ്പോൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1 ഓർ എക്സ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 1 എന്ന പോയിൻറ്റും അതേപോലെ എക്സ് ഈക്വൽ ടു 3 എന്ന പോയിൻറ്റും കിട്ടി. ഓക്കെ അല്ലേ? അതായത് ഞാൻ ഈ റിയൽ നമ്പറിനെ 3 പാർട്ടാക്കി മാറ്റി. ഒന്ന് എക്സ് ലെസ് ദാൻ 1 എന്നും, ഈ റീജിയൻ എന്താ വരിക 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്നും, ഈ റീജിയണോ എക്സ് ഗ്രേറ്റർ ദാൻ 3. ഇനി ഈ ഓരോ റീജിയനിലും നമ്മുടെ ഫംഗ്ഷൻ എന്നത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നറിയണം. അപ്പം ഫോർ എക്സ് ലെസ് ദാൻ 1 നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരാം? നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് കൊടുക്കുക. ഇപ്പം എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തൂടെ? അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരുന്നു? 1/2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 അല്ലേ? അപ്പോൾ ഇവിടെ 1/2 ഇൻറ്റു 0 മൈനസ് 3 ഇൻറ്റു 0 മൈനസ് 1 വരും. ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് പറഞ്ഞാൽ മതി. ഇത് ആൻസർ എന്താ വരിക? 3/2, അതായത് പോസിറ്റീവാണ്. സോ ഫോർ എക്സ് ലെസ് ദാൻ 1 എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് പോസിറ്റീവ്. അപ്പം എക്സ് ലെസ് ദാൻ 1 എഫ് ഡാഷ് എന്നത് പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ എക്സ് ലെസ് ദാൻ 1. അതായത് ഇവിടെ എക്സ് ലെസ് ദാൻ 1 ഫംഗ്ഷൻ എന്നത് ഇൻക്രീസിങ് ആണ്. ഇനി 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കണം. അപ്പോൾ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3, ഫോർ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എഫ് ഡാഷ് ഓഫ് എക്സ് എന്നത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കണം. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. ഓക്കെ, എക്സിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 2 എന്ന പോയിൻ്റ് കൊടുക്കുക. 2 എന്നത് 1നും 3ൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ 1/2 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 1 വരില്ലേ? അതായത് 1/2 ഇൻറ്റു ഇവിടെ -1 വരും, ഇവിടെയോ 1 വരും. അത് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്നത് ഡിക്രീസിങ്ങാണ്. അതായത് നമ്മുടെ ഈ ഒരു റീജിയണിൽ ഫംഗ്ഷൻ എന്നത് ഡിക്രീസിങ് ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3 ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? എക്സ് ഗ്രേറ്റർ ദാൻ 3, അതായത് എക്സ് ഈക്വൽ ടു ഒരു 4 കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നത് പോസിറ്റീവാ നെഗറ്റീവാ വരിക? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 അല്ലായിരുന്നോ? അപ്പം 4 മൈനസ് 3 പറയുമ്പോൾ ഇത് പോസിറ്റീവ് ആവും, ഇത് 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇതും പോസിറ്റീവാണ്. അപ്പോൾ ടോട്ടൽ എന്ത് വരും? പോസിറ്റീവാണ് വരിക. പോസിറ്റീവ് ആവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്നത് ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഈ എക്സ് ഈക്വൽ ടു 1ൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ ഡിക്രീസിങ്ങുമാണ്. അപ്പോൾ ഈ പോയിൻറ്റിന് എക്സ് ഈക്വൽ ടു 1 എന്ന പോയിൻ്റ് നമുക്ക് എന്തായിട്ട് വരും? ലോക്കൽ മാക്സിമം ആയിട്ട് വരും. അതേസമയം എക്സ് ഈക്വൽ ടു 3യോ? എക്സ് ഈക്വൽ ടു 3 എന്നത് ലോക്കൽ മിനിമം ആണ്. കാരണം നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് നമുക്കൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്നത് ലോക്കൽ മിനിമം. അതായത് സ്റ്റെപ്പ് 3 നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടു. ആ എഫ് ഡാഷ് ഓഫ് എക്സിൽ നിന്നും ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടു. ഇനി ഓരോ റീജിയണിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കിട്ടി. അതായത് എക്സ് ഈക്വൽ ടു 1 എന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ച് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 1 ദ കർവ് ഹാസ് ലോക്കൽ മാക്സിമം. Since at x equal to 3 f dash of x changes from negative to positive, at x equal to 3 the curve has a local minimum. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഇനി സ്റ്റെപ്പ് 4, എഫ് ഡാഷ് ഓഫ് എക്സ് എന്നത് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4x + 3 എന്നായിരുന്നു കിട്ടിയത്. പിന്നെയാണ് നമ്മൾ അതിനെന്ത് ചെയ്തത്? 1/2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 എഴുതിയത്. നമുക്ക് ഈ സ്റ്റെപ്പ് മതി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 1/2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4xൻ്റെ ഡെറിവേറ്റീവ് 4, 3ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പം എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നത് 0 ആവുന്ന പോയിൻ്റ് ഏതാ? 1/2 ഇൻറ്റു 2x മൈനസ് 4. വേണമെങ്കിൽ ഇതൊന്ന് നമുക്കൊരു 2ന് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ 1/2 ഇൻറ്റു
2 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് വരും, എക്സ് മൈനസ് 2 എന്ന് വരും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ വെറും എക്സ് മൈനസ് 2 എന്ന് വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്ത് വന്നു? എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 2. ഇനി എക്സ് ഈക്വൽ ടു 2 എന്നത് പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണെങ്കിൽ എന്ത് വേണം? നമുക്ക് റൈറ്റ് സൈഡിൽ എക്സ് ലെസ് ദാൻ 2ൽ നമുക്ക് കോൺകേവ് ഡൗണും എക്സ് ഗ്രേറ്റർ ദാൻ 2ൽ കോൺകേവ് അപ്പും കിട്ടണം. അല്ലെങ്കിൽ തിരിച്ച് കിട്ടിയാലും മതി, ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ പോയിന്റിൽ. അപ്പോൾ ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നത് ഈക്വൽ ടു 0 എന്നത് ഏത് പോയിന്റിലാണ്? എക്സ് ഈക്വൽ ടു 2 എന്ന പോയിന്റിലാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 2ൽ നമ്മുടെ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നത് എക്സ് മൈനസ് 2 അല്ലേ. എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സിന് 0 കൊടുത്തുകൂടെ, കാരണം 0 ലെസ് ദാൻ 2 അല്ലേ. അപ്പോൾ -2 എന്ന് വരും. അപ്പോൾ -2 എന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു, അതായത് കോൺകേവ് ഡൗൺ. അപ്പോൾ ഈ ഭാഗത്ത് കോൺകേവ് ഡൗൺ ആയി. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 2ലോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നത് എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ഒരു 3 എക്സിന് 3 കൊടുക്കുമ്പോൾ 3 - 2 എന്ന് വരും, അതായത് 1. അപ്പോൾ പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ ഇവിടെ പോസിറ്റീവ്, അതായത് കോൺകേവ് അപ്പാണ്. അപ്പോൾ ഇവിടെ ഡൗൺ ആണെങ്കിൽ ഇവിടെ അപ്പുമാണ്. അതേപോലെ 2 എന്ന പോയിന്റിൽ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 എന്ന പോയിൻ്റാണ് ഇവിടുത്തെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. തിരിച്ചു ആവാട്ടോ, ഇവിടെ അപ്പും ഇവിടെ ഡൗണും ആവാം. അങ്ങനെ ഒരു ചേഞ്ച് വേണമെന്നേ ഉള്ളൂ കേട്ടോ. സോ സ്റ്റെപ്പ് 4 നോക്കൂ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടു. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 എന്ന പോയിൻ്റ് എക്സ് ഈക്വൽ ടു 2 ആണ്. ഇനി എക്സ് ഈക്വൽ ടു 2 എന്നത് പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചേഞ്ചിന് ആവശ്യമുണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവിന് ചേഞ്ച്. അപ്പോൾ എക്സ് ലെസ് ദാൻ 2ൽ നമ്മുടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നത് ലെസ് ദാൻ 0 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 2ൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ് ഈക്വൽ ടു 2 എന്നതൊരു പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷനും കൂടിയാണ്. ഇനി സ്റ്റെപ്പ് 5. The following table gives a set of x values and corresponding value of y, y dash, y double dash together with a remark. അപ്പോൾ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കണം, എക്സ് വാല്യൂസും വൈ വാല്യൂസും വൈ ഡാഷും വൈ ഡബിൾ ഡാഷും റിമാർക്കും കൂടെ ഉള്ളത്. അപ്പോൾ എക്സ്, ഇവിടെ വൈ, ഇവിടെ വൈ ഡാഷ്, ഇനി വൈ ഡബിൾ ഡാഷ് ടുഗദർ വിത്ത് റിമാർക്ക്. അപ്പോൾ നമ്മൾ എക്സ് വാല്യൂസിൽ നമുക്ക് കിട്ടിയ ക്രിറ്റിക്കൽ പോയിൻറ്റും അതേപോലെ തന്നെ ഈ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷനും ഒക്കെ പഠനം. പിന്നെ ഒരു നെഗറ്റീവ് വാല്യൂ, ഒരു പോസിറ്റീവ് വാല്യൂ, അങ്ങനെയെല്ലാം വേണം. അപ്പോൾ നമുക്ക് ആദ്യം എക്സിന് -1 കൊടുക്കാം. എക്സിന് -1 കൊടുക്കുമ്പോൾ വൈ വാല്യൂ എന്തായിരിക്കും? അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ -1 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ വരിക? 1/6 ഇൻറ്റു 1/6 × x³ - 6x² + 9x + 6 ആയിരുന്നില്ലേ. അതിൽ എക്സിന് -1 കൊടുക്കുക. അപ്പോൾ -1³ -6 ഇൻറ്റു -1² + 9 ഇൻറ്റു -1 + 6. ഇതിൻ്റെ ആൻസർ -5/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ -5/3. ഇനി വൈ ഡാഷ് എന്തായിരുന്നു? അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ഡാഷിൽ നമ്മൾ 1/2 ഇൻറ്റു x - 3 ഇൻറ്റു x - 1 ആണ്. അപ്പോൾ എക്സിന് -1 കൊടുക്കുക. അപ്പോൾ എക്സിന് -1 ആണ്. അപ്പോൾ -1 - 3 -1 -1 ഇതെന്നത് 4 എന്ന് കിട്ടും. ഇനി വൈ ഡബിൾ ഡാഷോ? വൈ ഡബിൾ ഡാഷ് നമുക്ക് കിട്ടുക x - 2 എന്നായിരുന്നു. അപ്പോൾ എക്സിന് -1 എടുക്കുമ്പോൾ -1 - 2 -3 എന്ന് വരും അല്ലേ. അപ്പോൾ ആ ഓരോ വാല്യൂസ് വൈ ഡാഷ് നമുക്ക് എന്താ കിട്ടിയത്? 4 ആണ്. വൈ ഡബിൾ ഡാഷ് -3 ആണ്. അതായത് വൈ ഡാഷ് എന്നത് പോസിറ്റീവാണ്, 4 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഫങ്ഷന് ഇൻക്രീസിങ് ആണ്, അതായത് റൈസിങ് ആണ്. ഇനി വൈ ഡബിൾ ഡാഷ് എന്നത് നെഗറ്റീവാണ്. വൈ ഡബിൾ ഡാഷ് നെഗറ്റീവ് ആയാൽ കോൺകേവ് അപ്പാണോ കോൺകേവ് ഡൗൺ ആണോ? കോൺകേവ് ഡൗൺ ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ റിമാർക്ക്. ഇനി അടുത്ത ഒരു പോയിൻ്റായിട്ട് 0 എടുത്തു. 0 എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഇത് 0 0 0 6/6 വരും. അപ്പോൾ നമുക്ക് എന്താ വരിക? 1. അപ്പോൾ ഇവിടെ 1 എന്ന് വന്നു. ഇനി
വൈ ഡാഷിൻ്റെ വാല്യൂ 3/2 നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ 3/2 വൈ ഡബിൾ ഡാഷ് -2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയും വൈ ഡാഷ് എന്നത് ഇൻക്രീസിങ് ആണ്, നമ്മുടെ ഫങ്ഷൻ റൈസിങ് ആണ്. ഇനി വൈ ഡബിൾ ഡാഷ് നെഗറ്റീവ് ആയതുകൊണ്ട് കോൺകേവ് ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കുക. എക്സിന് ഇനി അടുത്തത് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ വാല്യൂ 5/3 എന്ന് വരും. വൈ ഡാഷ് 0 ആണ്, വൈ ഡബിൾ ഡാഷ് -1. അപ്പോൾ വൈ ഡാഷ് 0 ആകുമ്പോൾ അത് ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. അപ്പോൾ ആ പോയിന്റിലാണ് എന്ത് പറയുക, നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് x = 1 ലോക്കൽ മിനിമം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് റിമാർക്ക് ചെയ്യുക, ലോക്കൽ മാക്സിമം ആണ് കേട്ടോ. ലോക്കൽ മാക്സിമം ഉണ്ട്. ഇനി 2 എന്ന പോയിന്റിൽ കൊടുക്കുക. അപ്പോൾ y എന്നത് 4/3 കിട്ടും. വൈ ഡാഷ് -1/2, വൈ ഡബിൾ ഡാഷ് 0. വൈ ഡബിൾ ഡാഷ് 0 ആണെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ x = 2 എന്തുള്ളത്, പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഉള്ളത്. അപ്പോൾ അത് എഴുതുക, ഫാളിങ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. കാരണം വൈ ഡാഷ് എന്നത് നെഗറ്റീവാണ് ഇവിടെ വരുന്നത്, അപ്പോൾ ഡിക്രീസിങ് ആണ്, അപ്പോൾ അതിനെ ഫാളിങ് എന്ന് പറയും. ഇനി അടുത്ത പോയിന്റ് 3 എന്ന പോയിന്റിൽ വൈ ഡാഷ് 0 ആണ്, അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം അറിയാം. നമുക്കറിയാം x = 1 എന്ത് ചെയ്യുന്നു, ലോക്കൽ മിനിമം ആണ്. സോറി, x = y അല്ല, ഇവിടെ ഞാൻ y = 1 ആണ് വായിച്ചത്. x = 3 അല്ലേ, എവിടേക്കാണ് നമുക്ക് ലോക്കൽ മാക്സിമം മിനിമം കിട്ടിയത്, x = 1 ലോക്കൽ മാക്സിമം ആണ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ x = 3 നമുക്ക് എന്ത് വന്നത്, ലോക്കൽ മിനിമം എന്ന് വന്നത്. അപ്പോൾ x = 3 എന്ന ഈ പോയിൻ്റാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ലോക്കൽ മിനിമം ഉണ്ട്. ഇനി x = 4 കൊടുക്കുമ്പോൾ വാല്യൂ 5/3 വരും. വൈ ഡാഷ് 3/2, വൈ ഡബിൾ ഡാഷ് 2 ആണ്. അപ്പോൾ വൈ ഡാഷ് 3/2 പോസിറ്റീവ് ആയതുകൊണ്ട് റൈസിങ് ആണ് വരിക. ഇനി വൈ ഡബിൾ ഡാഷ് 2 ആണ്, അതും പോസിറ്റീവ് ആയതുകൊണ്ട് കോൺകേവ് അപ്പ് എന്ന് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ടേബിൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ടേബിളിൽ പോയിൻറ്റ്സ് കൊടുക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എന്തൊക്കെ വേണം, നമുക്കുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റുകളും അതേപോലെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷനൊക്കെ നിങ്ങൾ ഈ ടേബിളിൽ എഴുതാൻ മറക്കരുത്. പിന്നെ നമുക്കൊരു നെഗറ്റീവും പോസിറ്റീവും വാല്യൂ അറിയണം. കാരണം ഗ്രാഫ് നെഗറ്റീവ് സൈഡിൽ എങ്ങോട്ടാണ് പോകുന്നത്, അതേപോലെ പോസിറ്റീവ് സൈഡിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നും കൂടി അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നെഗറ്റീവ് വാല്യൂവും കൂടെ നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഇനി 6ാമത്തെ സ്റ്റെപ്പ് ഗ്രാഫ് ചെയ്യാണ്. Step 6, using this information, draw the graph. The graph is as in figure 3.17 given below. അപ്പോൾ നമ്മൾ ടേബിളിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നു, ഒന്നാമത്തെ പോയിൻ്റ് എന്നത് ഞാൻ എഴുതാം, എക്സിന് -1ഉം വൈക്ക് -5/3 ആയിരുന്നു. അതെവിടെ വരാം, ഈ പോയിൻ്റാണ് അത് വരുന്നത്. നമുക്ക് മാർക്ക് ചെയ്യാം, ഈ പോയിൻ്റാണ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്നത് എക്സിന് 0ഉം വൈക്ക് 1ഉം. അപ്പോൾ 0, 1 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് അല്ലേ, അപ്പോൾ ഈ പോയിൻ്റ്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് 1, 5/3. അപ്പോൾ 1, 5/3 എന്നത് ഇവിടെ വരും. അടുത്ത പോയിൻ്റ് 2, 4/3. ആ പോയിൻ്റ് ഇവിടെ അടയാളപ്പെടുത്തി. അതിന് ശേഷം 3, 1 എന്നത് ഇവിടെ വരും. ഇനി 4, 5/3 എന്നത് ഇവിടെ വരും. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ടേബിളിൽ എല്ലാ കാര്യങ്ങളും വരണം. അതായത് ആ ഫങ്ഷൻ ഇൻക്രീസിങ് ആണ്, ഡിക്രീസിങ് ആണ്, കോൺകേവ് അപ്പാണ്, കോൺകേവ് ഡൗൺ ആണെന്നൊക്കെ ഇല്ലേ. കോൺകേവ് അപ്പും ഡൗൺ ഒക്കെ ആകുമ്പോൾ ടാൻജൻ്റ് എന്നത് ആ കർവിൻ്റെ താഴെ ആവണം, ടാൻജൻ്റ് എന്നത് ഇല്ലെങ്കിൽ ടാൻജൻ്റ് എന്നത് കർവിൻ്റെ മുകളിലാവണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ വരണം. അപ്പോൾ ഇവിടെ നമ്മൾ -1, -5/3 റൈസിങ് ആണ്, അതേപോലെ കോൺകേവ് ഡൗൺ ആണെന്നാണ് നമ്മൾ റിമാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺകേവ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് വരേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഏതൊരു ടാൻജൻറ്റ് വരച്ചാലും ആ ടാൻജൻറ്റിന് താഴെ നമ്മളെ കർവ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ വരയ്ക്കാം. ഇനി അടുത്തതിൽ 0, 1 എന്ന പോയിന്റിൽ റൈസിങ് ആണെന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ റൈസിങ് കൊടുക്കുക. അവിടെയും കോൺകേവ് ഡൗൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ ഫിഗർ വരയ്ക്കുക. ഇനി അടുത്ത പോയിന്റിൽ 1, 5/3 ലോക്കൽ മാക്സിമം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈ ഡാഷ് എന്നത് 0 ആണ്,
1/5/3 ഇവിടെ. അപ്പോൾ 0 ആവുമ്പോൾ ലോക്കൽ മാക്സിമം ഉണ്ട്. അതായത് ഇവിടെ ലോക്കൽ മാക്സിമം ഉണ്ട് പറഞ്ഞാൽ ഫങ്ഷൻ ഇൻക്രീസിങ് ആയിട്ട് പിന്നെ ഡിക്രീസിങ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിക്രീസിങ് ആയിട്ട് വന്നു. ഇനി 2/4/3 നമ്മുടെ ഗ്രാഫിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതേ രൂപത്തിൽ ഇനി മുന്നോട്ട് പോവാം. എന്നിട്ട് ഗ്രാഫ് മുഴുവനായിട്ടും വരയ്ക്കുക. ഓക്കെ, താങ്ക് യു.